ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, നീ പോലും എന്നോട് വിശ്വാസവഞ്ചന കാണിക്കണില്ലേ, നീ ശരിക്കും പറഞ്ഞ് നീ എന്നോട് എല്ലാ സത്യസന്ധതയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അലീന മുണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഞാൻ ഇന്ന് തന്നെ പോയിക്കോളാം സാറേ എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം നീ ഒന്നിനും വേണ്ടിയിട്ടും അല്ല, നീ ആരെയും ചതിക്കാനും വേണ്ടിയിട്ടല്ല, നീ ഒന്നും പ്രതീക്ഷിച്ചിട്ടും അല്ല നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്. പക്ഷേ നീ പോണ ദിവസം എന്നോട് പറയണം, അപ്പോൾ ബാക്കിയുള്ളത് ഇതിനെ ഞാൻ അപ്പം പറഞ്ഞു തരാമെന്നൊക്കെ പറയണ്ട. എന്തായാലും അലീനോട് പറയണേ, നീ പോയി ചുടുക്കനെ എന്തെങ്കിലും എന്നോട് കുടിക്കാൻ കൊണ്ടുപോയോ എന്ന് പറയണ്ടേ. എന്തായാലും അലീന പുറത്തേക്ക് പോണ സമയത്ത് അലീന എന്താ ഇപ്പോൾ ഇത് ബാലചന്ദ്രനെ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീന താഴേക്ക് പോണ സമയത്ത് നമ്മളുടെ വൈജ പറയുന്നുണ്ട്, നിക്കടി അവിടെ, എനിക്ക് എന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിന്നെ പോലെയല്ല, ഞാൻ നല്ല അന്തസ്തുള്ള തറവാട്ടിൽ ജനിച്ച കുട്ടിയാണ്, കൈതക്കൽ മാളിക വീട്ടിലത്തെ കുട്ടിയാണ്, നിന്നെ പോലെ അനാഥയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കൈതക്കൽ മാളിക വീട്ടിലുള്ള എല്ലാ തറവാട്ടിനുള്ള എല്ലാ അന്തസ്സിലുള്ള എല്ലാ കാര്യങ്ങളാണോ മാഡം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾ ഒന്നും അതിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വൈജി അതൊന്നും ഉണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബബിത അലീനോട് പറയുന്നുണ്ട്, നീ എന്താ അത്ര നേരം അച്ഛൻ്റെ റൂമിൽ ചെയ്തിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ബബിതോട് പറയുന്നുണ്ട്, നിന്നെ പോലെ ഏതോ ഒരു തെമ്മാടി ചെക്കനെ വിളിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ കേട്ടില്ലല്ല എൻ്റെ പണി, ഞാൻ സാറിൻ്റെ റൂമിലേക്ക് പോണത് ശരിക്കുള്ള സത്യസന്ധതയുള്ള കാര്യമല്ല, നിന്നെ പോലെ വേണ്ടാത്ത രീതിയിലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വൈജ കേൾക്കുമ്പോൾ ഒന്നും ഉണ്ടാതെ നിൽക്കുന്നുണ്ട്. വൈജയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ ഓരോന്ന് പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, നീ പോയിട്ട് ആ വർക്ക് ഏരിയയിലെ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ ഒരു ചൂരലിരിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിലത്തെ ചൂരിൽ അലീന എടുത്തു കൊണ്ട് വരുന്ന സമയത്ത് വൈജയനെ അടിക്കണെന്തിയെ കൈ പൊക്കിയിട്ട് വൈജയെ അടിക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.